ആമിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഉറക്കപ്പായ നേടിയിട്ട് ആമിയെ കുളിപ്പിച്ചൊരുക്കി ഞാനും അപ്പവും കൂടെ അതേ സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. അവിടെ ചെന്നപ്പോൾ തന്നെ ആമിക്കുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബിസ്മിയെ കണ്ടതിൻ്റെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ ആരെയും വേണ്ട. പിള്ളേരെല്ലാം വന്നിട്ടുണ്ടോയെന്ന് ടീച്ചർമാർ പേര് വിളിച്ച് അറ്റൻഡൻസ് വെച്ചതിന് ശേഷം എല്ലാവരും വരിവരിയായിട്ട് നിർത്തി പുറത്തോട്ട് നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. എവിടെ ഇറങ്ങിയിരുന്നാലും ടീച്ചർമാർ ചുറ്റിനുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണം എപ്പോഴും കുരുത്തക്കേട് തന്നെയാണ്. ആമിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ബിസ്മി. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിലും കുറച്ച് നേരം കണ്ണിന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തുടങ്ങും തമ്മിത്തല്ല്. കുറച്ച് നേരത്തെ പിണക്കത്തിന് ശേഷം അവർ തന്നെ അങ്ങ് ഒന്നിക്കും. അതുകൊണ്ട് പിന്നെ ഞങ്ങളാരും അതിനകത്ത് ഇടപെടാൻ പോകത്തില്ല. സത്യം പറഞ്ഞാൽ പിള്ളേരെ നോക്കുന്ന ടീച്ചർമാരെ സമ്മതിക്കണം കേട്ടോ. ഇതുപോലുള്ള എത്ര എണ്ണത്തിനും കൊണ്ട് അവർ കൊണ്ടുവരേണ്ടതല്ലേ. അങ്ങനെ സന്തോഷിച്ച് നിന്ന് ആമി ബസ്സിൽ കയറിയപ്പോഴത്തേക്കിന് സ്വഭാവം മാറി. അമ്മയും കൂടെ വരുമോ പപ്പ വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാനും പിടിയാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ണീര് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിസ്മിക്കും ആമിക്കും ഒരു സീറ്റിൽ ഇരിക്കണമെന്ന് പറഞ്ഞായിരുന്നു കയറിയത്. പക്ഷേ രണ്ടുപേർക്കും വിൻഡോ സീറ്റ് വേണ്ടതുകൊണ്ട് രണ്ടുപേരും അപ്പുറം ഇരുന്ന് അത് അവിടെ തന്നെ ചർച്ചയായതായിരുന്നു. ആമിക്കുട്ടനായിട്ട് കുറച്ച് നേരമൊക്കെ ഇത് കഥ പറഞ്ഞ് നിന്ന് ആമിക്കുട്ടൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാണ്. കാരണം ചെറിയൊരു വിഷമമൊക്കെ ആൾക്ക് തട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനും പോയിരുന്ന ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. ആമിക്കുട്ടൻ ബിസ്മിയുടെ ഉമ്മ വണ്ടി കയറി ഇരുന്നപ്പം കൂടെ പോകാമെന്ന് പറഞ്ഞ് ആമിക്കുട്ടൻ കരച്ചിൽ തുടങ്ങിയതല്ലാന്ന് അറിഞ്ഞപ്പോൾ ആമിക്കുട്ടൻ്റെ വിഷമമൊക്കെ അങ്ങ് മാറി. അങ്ങനെ ആമിക്കുട്ടനെ ഞങ്ങൾ പറഞ്ഞു വിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് ഇനി അവർ സന്തോഷിച്ചിട്ട് വരട്ടെ. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് പോലും ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ആമിക്കുട്ടനെ യാത്ര ശേഷം ഞാനും അപ്പം കൂടെ വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.